എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഇലക്ട്രീഷ്യൻ ഗ്രൂപ്പിൽ നടന്ന ഒരു ചർച്ചയുടെ ബാക്കിയായിട്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ഇടാനായിട്ടുള്ള കാരണം. നമ്മുടെ ഇലക്ട്രീഷ്യൻ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു 100-120 പേരോളം ആയിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ വലിയ ചർച്ചകളൊന്നും അവിടെ നടക്കാറില്ല. എന്നാലും ചില ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചർച്ചകളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ചർച്ച ഇന്നലെ നടന്നു. അപ്പൊ അതിന്റെ ബാക്കിയായിട്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാനും ഇടാനായിട്ടുള്ള കാരണം. മറ്റൊന്നുമല്ല, ഈ ഇലക്ട്രിക്കൽ ജോലി അന്വേഷിക്കുന്ന വ്യക്തികൾ പലരും ഇവിടെ വന്നിട്ട് UK വന്നിട്ട് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ വന്നതിന് ശേഷം തട്ടിപ്പുകൾക്ക് ഇരയായിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ പൈസ പോയ ഒരു ചേട്ടൻ തൻ്റെ എക്സ്പീരിയൻസ് പറയുകയും പുള്ളിക്കാരൻ എന്നെ പേഴ്സണലി വിളിച്ചിട്ട് കുറേയധികം കാര്യങ്ങൾ പറയുകയും ചെയ്തു. പുള്ളിക്കാരൻ എറണാകുളംകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം 70,000 രൂപ 700 പൗണ്ടോളം ഒരു കോഴ്സിന് വേണ്ടിയിട്ട് അടയ്ക്കുകയും ഒക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എങ്ങനെയായിരുന്നു ആ സംഭവം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങളാരും അറിഞ്ഞുകൊണ്ട് മറ്റുള്ള കുഴികളിൽ പോയി ചാടരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വിശേഷങ്ങൾ തുടരാം. അപ്പോൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഇവിടെ വന്നിട്ട് പല കോഴ്സുകളും ചെയ്താലേ നമുക്ക് ഇത് കിട്ടുള്ളൂ. എന്താ പറയുക, നമ്മുടെ സർട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനൊക്കെ നേടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഇപ്പോൾ അതിൻ്റെ പുറകിലാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഒട്ടുമിക്ക ആളുകളും ഈ പറഞ്ഞ പോലെ പുതിയ കോഴ്സുകൾ പഠിക്കാനും അതുപോലെ തന്നെ പുതിയ സർട്ടിഫിക്കറ്റുകൾ നേടാനൊക്കെ ആയിട്ടുള്ള ത്വരകളിലാണ്. എങ്ങനെയെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ 18th എഡിഷൻ പാസ്സാവുക, അതുപോലെ തന്നെ HSC എക്സാം പാസ്സാവുക, സിറ്റി ഗിൽസിൻ്റെ പരീക്ഷ പാസ്സാവുക, അങ്ങനെ ഓരോന്ന്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയും സമീപിക്കുന്ന സമയത്ത് അവർ പല റേഞ്ചിലുള്ള ഫീസുകളൊക്കെയാണ് പറയുക. അപ്പോൾ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ECS കാർഡ് എടുക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രൊഫഷണൽ ഒറിജിനൽ ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ തന്നെ നമ്മൾ പോയിട്ട് അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ എന്നാ പറ്റുകയെന്ന് പറഞ്ഞാൽ തട്ടിപ്പ് സൈറ്റുകളുണ്ട്. അപ്പോൾ ആ തട്ടിപ്പ് സൈറ്റുകളിലൊക്കെ പോയി പൈസ കൊടുത്ത് നഷ്ടപ്പെട്ട് പുള്ളിക്കാരനോട് ഞങ്ങൾ സംസാരിക്കേണ്ടായി. അപ്പോൾ അന്നേരം പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് കഴിഞ്ഞാൽ ECS കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ടൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ നാറിക്ക് ചെയ്ത് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയെ നമ്മൾ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമാണ് നമുക്ക് നാറിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ നാറിക്ക് ചെയ്ത് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ECS കാർഡിന് ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ HSCയുടെ ഒരു എക്സാമും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആശാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ECS കാർഡിൻ്റെ അവരൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളതിന് ECS കാർഡ് എങ്ങനെ എടുക്കാം എന്നുള്ള ഒരു വീഡിയോ ചെയ്തേക്കണതിൻ്റെ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ECS കാർഡിൻ്റെ പ്രൊഫൈൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പുള്ളിക്കാരന് ഈ ഒരു ഫേസ്ബുക്കിൽ കണ്ട ഒരു അഡ്വർടൈസ്മെന്റിന്റെ അത് ക്ലിക്ക് ചെയ്തു. നിങ്ങൾക്ക് ഇലക്ട്രീഷ്യൻ ആവണോ, ECS കാർഡ് എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലൊരു ഇത് കണ്ടു. അത് നാട്ടിലെ കേരളത്തിലുള്ളവരോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളവരോ അല്ലാട്ടോ, നമ്മൾ ഇവിടെ തന്നെയുള്ള സ്ഥാപനത്തിന്റെ പേരും അഡ്രസ്സും ഒക്കെയാണ് കൊടുത്തത്. അപ്പോൾ അങ്ങനെ കൊടുത്ത് ലിങ്ക് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ അകത്ത് ഫോമൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്. ECS കാർഡിന്റെ പ്രൊഫൈൽ അവർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു ഇദ്ദേഹത്തിന്റെ പേരിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇനി നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞിട്ട് ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വേറൊരു ലിങ്ക് കൊടുത്തു. അതിൽ പുള്ളിക്കാരൻ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. ഇത്രയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, ഇനി നിങ്ങൾ ഫീസ് അടയ്ക്കണം, ഫീസ് അടച്ചാലേ ഇനി പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഫീസിന്റെ ലിങ്ക് അയച്ചു കൊടുത്തു. പൈസ അടച്ചു. ആ പൈസ അടച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് ECSന്റെ എന്താ പറയുക, പരീക്ഷയുടെ ബുക്കിംഗ് കൺഫർമേഷനോ അല്ലെങ്കിൽ പരീക്ഷ എഴുതാനുള്ള കാര്യങ്ങളൊന്നും പുള്ളിക്ക് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരൻ കബളിപ്പിക്കപ്പെട്ടു. അപ്പോൾ ശരിക്കും നമ്മൾ ECSന്റെ എക്സാം സെലക്ട് ചെയ്യാനോ ഡേറ്റ് എടുക്കാനോ ഒക്കെ ആയിട്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും നമ്മുടെ നാട്ടുകാരുണ്ടെങ്കിൽ അവരിലെ സഹായം അഭ്യർത്ഥിക്കാം. അല്ലാതെ മറ്റുള്ളൊരു ഫേസ്ബുക്കിലൊക്കെ കണ്ടൊരു സഹായത്തിന് വേണ്ടിയിട്ട് പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകും. 3 വർഷമായി ഇദ്ദേഹം ഇവിടെ വന്നിട്ട് 18th എഡിഷന്റെ എക്സാം അദ്ദേഹം പാസ്സായ വ്യക്തിയാണ്. ECS കാർഡ് ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവസാനം CSCS കാർഡ് എടുത്ത് അദ്ദേഹം വന്നിട്ട് കൺസ്ട്രക്ഷൻ സൈറ്റിൽ നമ്മുടെ സോളാർ പാനലൊക്കെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്ന ജോലിയിൽ വർക്ക് ചെയ്യാണ്. ഇലക്ട്രീഷ്യനായിട്ടല്ല വർക്ക് ചെയ്യണം. മണിക്കൂറിന് 16 പൗണ്ട് റേറ്റിലാണ് അദ്ദേഹം പണിയെടുക്കുന്നത്. സോളാർ പാനലുകൾ ഫിക്സ് ചെയ്യാനായിട്ടുള്ള മെക്കാനിക്കൽ ജോബ്, ഇൻസ്റ്റലേഷൻ വർക്കുകളാണ് ഇപ്പോൾ ചെയ്യണത്. കാരണം ഒന്നുമില്ലാത്തതിനേക്കാൾ നല്ലതാണല്ലോ കുഞ്ഞപ്പം എന്നുള്ള രീതിയിൽ ആശാൻ ഇപ്പോൾ ജോലി ചെയ്യണം കേട്ടോ. ഇത് ഇത്രയും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ചെറിയൊരു ഇൻഫർമേഷനായിട്ട് ഷെയർ ചെയ്ത് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് മനസ്സിൽ തോന്നിയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്ന് നമ്മുടെ വീഡിയോസ് കണ്ടതിന് ശേഷം ഒരു പയ്യനാണെന്ന് തോന്നുന്നു. കാരണം അവൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് പയ്യനായിട്ടാണ് ഫീൽ ചെയ്തത്. പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, ചേട്ടാ തൃശ്ശൂരുള്ളൊരു ഏജൻസി UK ഇങ്ങനെ ഇലക്ട്രീഷ്യന്മാരായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ജോലിയിൽ വിസ കൊടുക്കുന്നുണ്ട്, 5 ലക്ഷം രൂപ കൊടുത്താൽ മതി, അത് എത്ര പറയണം 100% ഇൻ്റർവ്യൂവിന് മുമ്പായിട്ട് 100%
ആഴ്ച പേയ്മെൻറ്റ് കൊടുക്കണം. ഇൻ്റർവ്യൂ ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പൈസ റീഫണ്ട് ചെയ്യില്ല. പിന്നെ അങ്ങനെ കുറേ ക്രൈറ്റീരിയകൾ മാനദണ്ഡങ്ങൾ പുള്ളിക്കാരൻ പറഞ്ഞൊരു വോയിസ് എനിക്ക് അയച്ചു. അപ്പോൾ ഞാൻ നമ്പർ സേവ് ചെയ്തിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. അപ്പോൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ചോദിച്ചു, ചേട്ടാ ഇതിങ്ങനെ ജെനുവിൻ ആയിരിക്കുമോ, ഇങ്ങനെ UK വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ UK കൊണ്ടുപോയി വിസ തരും, അതിൽ ടിക്കറ്റ് ചാർജും വിസയുടെ പൈസയൊക്കെ ഉൾപ്പെടെയാണ് കേട്ടോ അവർ ആ എമൗണ്ട് പറഞ്ഞേക്കണത്, ഡയറക്റ്റ് ഇതിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ മാത്രമല്ല. അപ്പോൾ പൈസ അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം എന്നും പറഞ്ഞു. അപ്പോൾ ഈ അഡ്വാൻസ് ആയിട്ട് ഇപ്പോൾ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു സംശയം തോന്നി. ഞാനപ്പോൾ പറഞ്ഞു, ഞാനായിട്ട് നമ്മൾ ഇങ്ങോട്ട് വരാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ നിരുത്സാഹപ്പെടുത്തരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്രൂപ്പിൽ ആ നമ്പർ ആഡ് ചെയ്തു. അതിനുശേഷം ഗ്രൂപ്പിൽ ഞങ്ങളൊരു ചർച്ച വെച്ചു. അപ്പോൾ പുള്ളിക്കാരന് ഇങ്ങനെ വിസ കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഈ പറഞ്ഞ പോലെ പൈസ കൊടുത്തിട്ട് ഇവിടെ ഒരു ഇലക്ട്രിക്കൽ ജോലിയിലുള്ളൊരു വിസ ഡയറക്റ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉള്ള UK തന്നെ നാട്ടിൽ നിന്ന് അത് അപ്ലൈ ചെയ്യാനായിട്ട് റെഡിയാണ്. കുറേ പേര് അങ്ങനെ വില്ലിങ് ആയിട്ടുള്ളവരുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ 3 വർഷമായിട്ട് ഇവിടെ വന്ന ഒരു ചേട്ടനുണ്ട്, ഡിസൈനിങ് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ 10 കൊല്ലം സൗദിയിൽ ജോലി ചെയ്ത പുള്ളിക്കാരനാണ്. അത്യാവശ്യം നല്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ പുള്ളിക്കാരന് ഇവിടെ ഈ പറഞ്ഞ സ്വന്തം പ്രൊഫഷണലിലേക്ക് ജോലിക്ക് മാറാനായിട്ട് ശ്രമിച്ചിട്ട് പുള്ളിക്കാരൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നും പുള്ളിയുടെ ഒരു ഉദാഹരണം അടക്കം പുള്ളിക്കാരൻ പറഞ്ഞു ഈ പയ്യനോട്. അപ്പോൾ പിന്നെ അവൻ കൺവിൻസ്ഡ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ പൈസ നമ്മൾ നാട്ടിൽ നിന്ന് കൊടുത്ത് ഇവിടെ വരുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ നേരിട്ട് അങ്ങനെയുള്ള ഇവര് നമ്മുടേതായിട്ടുള്ള ഒരു ഗൾഫിൽ ഇപ്പം നമുക്ക് നാട്ടിലെ വിദ്യാഭ്യാസം കൊണ്ട് നേരിട്ട് പോയി പിറ്റേ ദിവസം രാവിലെ ജോലിക്ക് കയറാം. ഇവിടെ പക്ഷെ അങ്ങനെ പറ്റൂല, ഇവരത് അംഗീകരിക്കില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ജോലി ചെയ്യാം, സർട്ടിഫിക്കേഷൻ നമുക്ക് ചെയ്യാന്നുള്ളത് തിയറിയും പഠിക്കണം, പ്രാക്ടിക്കലും പഠിക്കണം. അപ്പോൾ തിയറി നമുക്ക് നാട്ടിലെ എഡ്യൂക്കേഷൻ വെച്ച് ഇവർ നാരക്ക് ചെയ്ത് കഴിഞ്ഞാൽ അംഗീകരിക്കും. പക്ഷെ പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മൾ ഇവിടെ തന്നെ വന്ന് എടുക്കണ്ടേ, ഇവിടെ തന്നെ കോളേജിൽ പോയി പഠിച്ച് നമ്മൾ സർട്ടിഫിക്കറ്റ് എടുക്കണ്ടേ, NVQ3 എന്ന് പറയുന്നത്. അതേസമയം ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ 16 വയസ്സ് കഴിയുമ്പോൾ അവരുടെ കോളേജിലേക്ക് പോണ സന്ദർഭമാവും. ഈ കോളേജിൽ നമ്മുടെ നാട്ടിൽ ഡിപ്ലോമയൊക്കെ പഠിക്കുന്ന പോലെ 10ാം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ഡിപ്ലോമയൊക്കെ പഠിക്കുന്ന പോലെ ഇവിടുത്തെ +2 സ്കൂള് പോവാതെ നേരിട്ട് അവർക്ക് കോളേജിലേക്ക് പോകാം. ഈ കോളേജിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലംബർ, ഇലക്ട്രീഷ്യന്മാർ, അതുപോലെ തന്നെ സിവിൽ വർക്ക്, ബ്രിക്സ് കെട്ടൽ, അങ്ങനെയുള്ള ജോലികൾക്കൊക്കെ ഉള്ള പയ്യന്മാർ 18 വയസ്സാകുമ്പോഴേക്കും പ്രൊഫഷണലായിട്ട് അവർ ഇറങ്ങുവാണ് കോളേജിൽ നിന്ന്. യൂണിവേഴ്സിറ്റിയിലല്ല കേട്ടോ, കോളേജിൽ. അപ്പോൾ ഈ കോളേജിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് 18 വയസ്സ് മുതൽ അത്യാവശ്യം പേയ്മെൻറ്റിൽ 20-27 രൂപ ബേസിക് റേറ്റിൽ അവർക്ക് 27 പൗണ്ടാട്ടോ മണിക്കൂറിൻ്റെ റേറ്റാണ് ഈ പറയണത്. ആ ഒരു റേറ്റിൽ ബേസിക് ആയിട്ടുള്ള സാലറി കിട്ടുമ്പോൾ അത്യാവശ്യം ജോലി സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം ഇവിടുത്തെ ആളുകൾ തന്നെ കൈയടക്കി വെച്ചിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇലക്ട്രിക്കൽ ഫീൽഡിലൊന്നും നമ്മുടെ നാട്ടിലുള്ളവർ വളരെ കുറയാണ്. പിന്നെ ഉള്ളത് കുറച്ച് നമ്മുടെ അയൽരാജ്യക്കാരായിട്ടുള്ള പാകിസ്ഥാനികൾ ജോലിക്കാർ, അവർ കുറേ ഇലക്ട്രിക്കൽ ഫീൽഡിലുണ്ട്. കാരണം അവർ നമ്മളെക്കാളും കുറച്ചുകൂടെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് സെറ്റിലായവരായതുകൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള രീതികൾ. പിന്നെ റുമേനിയക്കാർ ഉണ്ട് ഇലക്ട്രിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യണവർ. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നമ്മൾ ഇവിടെ വന്ന് ഈ രാജ്യത്ത് വന്നതിന് ശേഷം പോലും നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് നമ്മളെ പോലുള്ളവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു 10-15ഓളം പേര് സ്വന്തമായിട്ട് പണിയെടുത്ത് ചെയ്യണവരുണ്ട്, പണിയെടുത്ത് ചെയ്യിപ്പിക്കണവരുണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ പലരും ഉണ്ട്. പിന്നെ എല്ലാവരും ചിന്തിക്കണം എന്താണെന്ന് വെച്ചാൽ ഈ ഇലക്ട്രിക്കൽ ഫീൽഡിൽ നമ്മളൊരു ജോലി നമുക്ക് കിട്ടിയെന്ന് കരുതുക, നമ്മൾ ഹൈറ്റിൽ പോകണം, തണുപ്പടിക്കണം, പിന്നെ വണ്ടികൾ കീപ്പ് ചെയ്യണം, മെയിൻ്റനൻസ് ടൂളുകൾ കീപ്പ് ചെയ്യണം. ഇതിൻ്റെയൊക്കെ പുറമെ നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്ന ഒപ്പിന് അല്ലെങ്കിൽ നമ്മൾ ഒരു വർക്ക് ചെയ്തതിന് നമുക്ക് ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു സാധാ എന്നാ പറയണ മിനിമം വേജസിൽ പുറത്ത് എവിടെയെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ജീവിച്ച് പോകാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ടൊക്കെയാണ് പലരും ഈ ഫീൽഡ് വീണ്ടും ഇവിടെ തിരഞ്ഞെടുക്കാത്തത്. അതിനു വേണ്ടിയിട്ട് ശ്രമിക്കലും പകുതിയുള്ളവർ കുറവാണ് പൊതുവെ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ നമ്മളൊരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷനോ നേടാൻ വേണ്ടിയിട്ട് തട്ടിപ്പ് ഏജൻസികളിൽ കൊണ്ടുവന്ന് കൊടുത്ത് നമ്മൾ മണ്ടന്മാരാവരുത്. കാരണം അത്യാവശ്യം നമുക്ക് വിദ്യാഭ്യാസമുള്ള മനുഷ്യരാണ് മലയാളീസ്, അപ്പോൾ തിരിച്ചറിവുള്ളവരാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പിന് ഇരയാവുന്നതും മലയാളീസാണ്. നമുക്കുള്ള അറിവുകൾ അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന അബദ്ധങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കെങ്കിലും ആ അബദ്ധങ്ങൾ പറ്റില്ലാണ്ടിരിക്കാനായിട്ട് സാധിക്കും എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരോടും ബൈ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്നങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തേക്കുക. മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.